അപ്പൊ നമുക്ക് എല്ലാ മദ്യപാനികൾക്കും എന്താ സുഖമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ അവര് നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെ. കാരണം മദ്യപിക്കുന്നവർക്ക് എല്ലാവർക്കും CPM-ലേക്ക് സ്വാഗതം. അത് എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു CPM-ൽ ഇപ്പൊ ആരും ഇല്ലെന്ന് തോന്നുന്നു. കാരണം അതായിരിക്കും ഇപ്പൊ മദ്യപാനികളെ വിളിച്ചു വരുത്തുന്നത് അല്ലേ? കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ CPM-ന്റെ ഭാഗത്തുനിന്ന് വരുന്നതെല്ലാം. എന്താ മൊത്തത്തിൽ കുഴപ്പിക്കുന്ന രീതിക്ക് എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് ഈയിടെ ആയിട്ട് അവര് കുറച്ച് ബിവറേജുകൾ അല്ലെങ്കിൽ ബിവറേജുകൾ തുറന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മേടിക്കാൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കും എന്താ മദ്യപാനികളെ അവര് പാർട്ടിയിൽ എടുക്കുന്നത്. അങ്ങനെ വിൽപ്പന നടത്താനായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്താണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പോസിബിലിറ്റിയും കാണാമല്ലോ ഇതിനകത്ത്. പോസിബിലിറ്റി ആയിട്ട് കാണാം. പക്ഷെ എന്നാലും അതെ കേരളത്തിൽ അത്തരത്തില് മദ്യപാനികൾ ഇല്ലാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ മദ്യപാനികളെ സംബന്ധിച്ച് CPM ആണോ BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല അവര് മദ്യം മേടിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ മാത്രമല്ല നമുക്ക് മദ്യം എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ട് തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അത്രത്തോളം നമുക്ക് ഉയർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ CPM ആണെങ്കിൽ തന്നെ കൂടുതലായിട്ടും അവർക്ക് ഒരു ഇൻകം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു ഇൻകം കിട്ടുന്നത് ഈ മദ്യപാനം അല്ലെങ്കിൽ അതിലൂടെ തന്നെയാണ്. കാരണം മദ്യം വിൽപ്പനയിൽ റെക്കോർഡുകൾ ഭേദിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് നമ്മൾ അതിനെ കാണുന്നത്. ഓണം വരുമ്പോഴും നമ്മൾ ആദ്യം റെക്കോർഡ് കളക്ഷൻ ആണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം.